ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നേന്ത്രപ്പഴവും റാഗിപ്പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഈ പഴം നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. ഈ പഴം നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഴം നമ്മൾ കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യണ്ട, വെറും പഴം മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചാൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവനായി നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് തോണ്ടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിവിടെ മുഴുവനും തോണ്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കയുടെയും ചെറിയ ജീരകത്തിൻ്റെയും പൊടി ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ഓവറായി പോകണ്ട കേട്ടോ. പിന്നെ ഇനി ഏലക്കയുടെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇല്ലെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 2 ഏലക്ക ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിലുള്ള ആ സ്പൂണാണ് കേട്ടോ, 2 ടേബിൾ സ്പൂണാണ് ഉള്ളത്. ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റാഗിയുടെ പൊടി എന്ന് പറയുമ്പോൾ ഇത് പുട്ടുപൊടിയാണ്, റാഗിയുടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ 3 പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ടേബിൾ സ്പൂണുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കണം. നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം 7 ടേബിൾ സ്പൂൺ റാഗിയുടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് റാഗിയുടെ പുട്ടുപൊടി ഇല്ലെങ്കിൽ സാധാരണ റാഗിപ്പൊടി ഇല്ലേ, അതാണെങ്കിലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പഴം അരച്ചെടുത്തതിലേക്ക് അത്യാവശ്യം പഴത്തിൻ്റെ ആ ഒരു നനവുണ്ടാവും, ആ ഒരു നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം വരുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം, കൂടുതൽ ചേർക്കേണ്ട. 1/2 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കുഴക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, വളരെ സിമ്പിളാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല ചെറുതാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വലുതാക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒന്ന് ചെറുതാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കുന്നത്. ഇതേപോലെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ആവിയിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാതും പാട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് റെഡിയാക്കാവുന്നതുമാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ 2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ അഴുക്കുകളുണ്ടാവുമല്ലോ ശർക്കരയിൽ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊന്നും യൂസ് ആക്കരുത് കേട്ടോ, നെയ്യാണ് നല്ലത്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്ലെയിം ലോയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ റാഗിയുടെ ആ ഒരു ഉണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളിത് പൊട്ടിപ്പോകോ ഒട്ടിപ്പിടിക്കോ അങ്ങനെ ഒന്നും കരുതണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കാൻ മറക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ട ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ജസ്റ്റ് ആദ്യം ഇടുമ്പോൾ തന്നെ ഇളക്കരുത്. നന്നായി തിളച്ചതിന് ശേഷം 1 മിനിറ്റോളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ശർക്കര പാനിയൊക്കെ ഈ റാഗിയുടെ ഈ ഉണ്ട വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് മിക്സാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെളുത്ത എള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നട്ട്സൊക്കെ ചെറുതായിട്ട് ക്രഷ് ആക്കിയതുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതിൽ എന്തെല്ലാം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. നട്ട്സും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ നമ്മൾ കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. കണ്ടോ, റാഗിയൊക്കെ നന്നായിട്ട് റാഗി ബോൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഒരുപാടിട്ട് വറ്റിച്ചിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇനി ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫാക്കി കൊടുത്തേക്കാം. ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് സെർവ് ചെയ്താൽ മതി. ഇത് നമുക്ക് തൊടാൻ പറ്റില്ല, അത്രയും നല്ല ചൂടാണ്. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ആറിയിട്ടുമില്ല, എന്നാൽ ചൂട് കുറച്ച് ആറിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നേന്ത്രപ്പഴവും റാഗിയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, തേങ്ങയൊക്കെ നമ്മുടെ ഒരു സാധാരണ ചേരുവകളാണ് അല്ലേ, അതൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നാക്കായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതിട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എടുത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ തേങ്ങയും ഈ റാഗിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.